Hello everyone. നമ്മൾ ഈ സെഷനിൽ എന്താണെന്ന് നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രീവിയസ് ഇയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ക്ലാസ് 12th CBSE. So let's move on to the first question. If a function f of x, അതായത് ഇത് കണ്ടിന്യൂറ്റിയുടെ ഒരു റോളാണ്. If a function f of x equal to 3x minus 8 when the condition is if x less than or equal to 5 and another condition if x greater than 5 or function becomes 2k is continuous, അതായത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ is continuous, then what will be the value of k? ഈ തന്നിരിക്കുന്ന k യുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. Okay, so looks like an interesting question. How we can solve this? അത് നമുക്കറിയാം ഏതൊരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? when the LHL equal to RHL equal to f of x, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു f of x എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പറഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് x tends to c negative f of x is equal to limit x tends to c positive f of x is equal to f of c. c എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, അതായത് ഒരു തന്നിരിക്കുന്ന ഇവിടുത്തെ c എന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്ന അണ്ടർ കൺസിഡറേഷൻ ഏതാണ് 5. So this becomes our c. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഈ ഒരു കേസിൽ നമുക്ക് LHL എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് x tends to 5 negative f of x അല്ലേ? ഇവിടുത്തെ ഫംഗ്ഷൻ ഏതായിരിക്കും? ഏത് കണ്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യണം? ദിസ് ഓർ ദിസ്. 5 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 5 ൽ നിന്ന് കുറച്ച് കുറവ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? x less than or equal to 5. So we have to take the function as 3x minus 8 is equal to left hand limit is equal to right hand limit അല്ലേ? അപ്പോൾ limit x tends to 5 positive എന്ന് പറയുമ്പോൾ അടുത്ത ഏത് ഫംഗ്ഷൻ എടുക്കണം? മേളിലത്തെ എടുക്കണോ താഴത്തെ എടുക്കണോ? 5 positive means a number which is slightly greater than 5. എന്ന് പറയുമ്പോൾ x greater than 5 condition satisfy ചെയ്യുന്നുണ്ട്. There we have to take the function as 2k. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ x tends to 5 നെഗറ്റീവ് 5 നമ്മൾ ഇട്ട് കൊടുക്കുന്നു, നമ്മുടെ ലിമിറ്റിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു തന്നിരിക്കുന്ന ഫംഗ്ഷനിലോട്ട്. അപ്പോൾ എത്ര വരും? 3 into 5 minus 8 which should be equal to, ഇവിടെ ലിമിറ്റ് x എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ല നമ്മുടെ ഫംഗ്ഷനിൽ, സോ നമുക്ക് 2k എന്ന് തന്നെ വരും. അപ്പോൾ 3 into 5 is 15, 15 minus 8 is 7. So 2k is equal to 7. From there easily നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു k യുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ 7/2. Yeah. Now ഇത് അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അഗൈൻ ഫ്രം ദ പാർട്ട് ഓഫ് കണ്ടിന്യൂറ്റി. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ വാല്യൂ ഓഫ് കോൺസ്റ്റന്റ് k so that the function f of x equal to kx by modulus x. അത് ഏത് കണ്ടീഷനിലാണ്? if x less than 0. ഇപ്പോൾ x എന്ന് പറഞ്ഞ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയി മാറും. അതായത് ഈ ഒരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 0 അല്ലേ? at x equal to 0 ഇത് കണ്ടിന്യൂസ് ആണ്. ആ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ വാല്യൂ എന്താണ്? നമ്മുടെ കെയുടെ ഓക്കെ സെയിം കണ്ടീഷൻ, അതായത് LHL equal to RHL അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ LHL എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ എന്ത് വരും? അതായത് ലിമിറ്റ് x tends to 0 നെഗറ്റീവ് f of x 0 ന് ചെറുത് എന്ന് പറയുമ്പോൾ x less than 0 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ we will take the function as kx by modulus x. ഇതാണ് നമ്മുടെ LHL. അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് x tends to 0 പോസിറ്റീവ് f of x ൽ നിന്ന്, അതായത് 0 വലിയ നമ്പർ ആണ്. x tends to 0 പോസിറ്റീവ് 0 ചെറിയ കുറച്ചൊന്ന് വലിയ നമ്പർ എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫൈ കണ്ടീഷൻ എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അവിടെ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ 3 ആണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മെയിൻ ട്വിസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ആണ് വേർ മോഡുലസ് എക്സ് ഇസ് കമ്മിങ്. കണ്ടില്ലേ? മോഡുലസ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി ഹാവ് ടു വെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് f of x equal to modulus x. We redefine the function into two states. അതായത് ഫംഗ്ഷൻ x ആകും എപ്പോഴായിരിക്കും? when x greater than 0. അതായത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മോഡുലസിന് ഒരു പണിയില്ല, x ആയിട്ട് തന്നെ തിരിച്ചു തന്നിടുന്നു. അതുപോലെ ഈ f of x എന്ന് പറയുന്നത് മോഡുലസ് x ആണെങ്കിൽ അതിന് നെഗറ്റീവ് x എന്ന് പറഞ്ഞ റിസൾട്ട് വരും എപ്പോഴായിരിക്കും? when x ലെസ് ദാൻ 0. അതായത് എന്തായിരിക്കും? x എന്ന് പറഞ്ഞൊരു വാല്യൂ ലെസ് ദാൻ 0 ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ മോഡുലസ് എന്ത് ചെയ്യും? അതിനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റും. ഇതാണ് നമ്മുടെ മോഡുലസ് ഫംഗ്ഷന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, LHL കേസ് എടുക്കുമ്പോൾ x tends to 0 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 0 ചെറിയൊരു നമ്പർ എന്ന് പറയുമ്പോൾ 0 ചെറുതല്ലേ എന്ന് പറയുമ്പോൾ x less than 0 അല്ലേ? സോ ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് നെഗറ്റീവ് നമ്പർ. ആ ഒരു കേസിൽ നമുക്ക് എന്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? ഈ മോഡുലസ് x -x കൊടുക്കണം. അപ്പോൾ LHL സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? LHL നമ്മളിപ്പോൾ നോക്കാൻ പോവാണ്.
LHL എന്ന് പറയുമ്പോൾ ലിമിറ്റ് x tends to 0 നെഗറ്റീവ് kx by മൈനസ് എക്സ്. ഇവിടെ എക്സും എക്സും വെട്ടി ഇത് മൈനസ് കെ എന്ന് മാത്രമായി റിമെയിൻ ചെയ്തു പോകുന്നു. അതെന്ന് പറയുമ്പോൾ LHLന്റെ വാല്യൂ അവിടെ എക്സ് ഒന്നും ഇട്ട് കൊടുക്കാൻ ഇല്ലാത്തപ്പോൾ മൈനസ് കെ എന്ന് വന്നു. അതുപോലെ RHL ഇവിടെ എക്സ് ഒന്നും ഇട്ട് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതെന്ന് പറഞ്ഞത് 3 ആയി മാറി. അപ്പൊ മൈനസ് കെ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമുക്ക് എത്തി. മൈനസ് കെ is equal to 3. From there easily we can find the value of k as minus 3. It is again a very easy question to do on. അതുപോലെ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കമ്മിങ് ഫ്രം ദ പാർട്ട് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി. ഇവിടെ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സോൾവ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ആസ്പെക്ട് ഓഫ് ഡിഫറൻസിയേഷൻ. ഈ ഒരു ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ടഫ് എന്ന് പറഞ്ഞ് തോന്നുന്ന പാർട്ട് ഡിഫറൻസിയേഷൻ തന്നെയാണ്. സോ മോസ്റ്റ്ലി നിങ്ങൾ എല്ലാ ഫോർമുലാസും ആദ്യമേ നല്ലതായിട്ട് മനസ്സിലാക്കുക. ആ ഒരു ഫോർമുലാസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഒരു ക്വസ്റ്റ്യനും then after learning the formulas by practice only പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് tan inverse cos x minus sin x divided by cos x plus sin x with respect to x എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ബിക്കോസ് there we will have to apply the rule of chain reaction, but that will take so much time because അകത്ത് ചെയിൻ റിയാക്ഷൻ അകത്ത് നടക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാക്സിമൈസ് ചെയ്ത് പറഞ്ഞാൽ ഇതിനെ മാക്സിമം അതിന് ചുരുക്കാൻ നോക്കണം. എന്തുവാ പറ്റുന്ന അത്രയും ചുരുക്കാൻ നോക്കണം സ്റ്റെപ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് വരുമ്പോൾ എപ്പോഴും ഓർത്തോണം ഇവിടെ ഒരു ടാൻ എക്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഐഡിയ നമ്മൾ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി നോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ ചുമ്മാ ഒരു കാര്യം ട്രൈ ചെയ്യാൻ പോകും. ഇവിടെ ടാൻ എക്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാൻ പോകും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ത്രൂ ഔട്ട് ടോപ്പിലും ഡൗണിലും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് എന്തായി 1 മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. അതുപോലെ ഡിനോമിനേറ്ററിലും കോസ് എക്സ് വെച്ച് മേളിൽ ഡിവൈഡ് ചെയ്യുവാണ്, താഴെ ഡിവൈഡ് ചെയ്യണമല്ലോ കോസ് എക്സ് വെച്ച്. അപ്പോൾ താഴെയും ത്രൂ ഔട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണ് കോസ് എക്സ് വെച്ച്. അപ്പോൾ എന്ത് വരും, കോസ് എക്സ് ബൈ കോസ് എക്സ് 1 പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് ചുരുക്കാൻ പറ്റും. അതായത് ഇവിടെ 2-3 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒറ്റ ട്രിഗ്നോമെട്രി ടാൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലേക്ക് മാറ്റി. ഇനി ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ എൻ്റെ ആൻസർ എത്തിച്ചേരുമ്പോൾ എനിക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ടാനിന്റെ രീതി പറയുമ്പോൾ എങ്ങനെ എഴുതാൻ എനിക്ക് വി നോ ടാൻ 45 ഈസ് 1 എന്ന് പറയുമ്പോൾ ടാൻ പൈ ബൈ 4 നമ്മൾ റേഡിയന്റെ രീതിയിലാണല്ലോ പറഞ്ഞു പോകേണ്ടത്. അതുകൊണ്ട് ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ 4 പ്ലസ് ടാൻ എക്സ്. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെയല്ല, ചെറിയൊരു മിസ്റ്റേക്ക്. ഇത് ഇങ്ങനെ എഴുതിയാൽ നമുക്ക് വലിയ ഗുണമില്ല, കാരണം നമുക്കൊരു ഫോർമുല നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോവുകയാണ്. സോ ദാറ്റ്സ് വൈ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് divided by 1 plus tan pi by 4 into tan x. ഇങ്ങനെ എഴുതാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുകൊണ്ടാണ്? ബിക്കോസ് tan pi by 4 is 1 into tan x. tan x ആണ് ഇതിനെ തന്നെ, പക്ഷെ ഞാൻ ചുമ്മാ ഒന്ന് tan pi by 4 എന്ന് എഴുതി. എന്തിനാണെന്ന് അറിയാം, ബിക്കോസ് വി നോ എ ഫോർമുല, അതായത് tan x minus tan y divided by 1 plus tan x tan y. ഈ ഒരു സ്ഥിതിയിലല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കിടക്കുന്നത്. അത് എന്തിന്റെ ഫോർമുലയാണ് ഓർമ്മയുണ്ടോ? ജസ്റ്റ് റീക്യാപ്പ് ഇറ്റ്. ഇറ്റ്സ് എ ഫോർമുല ഫോർ tan x minus y. ഈ ഒരു ഫോർമുല അറിയാവുന്നതുകൊണ്ട് അവിടെ ഞാൻ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് മേളിലോട്ട്. അപ്പോൾ ഇനി എന്തുമായി മാറി, ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം, tan x minus y എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ tan inverse of tan of x ന്റെ സ്ഥലത്ത് എന്താണ് ഇവിടെ പൈ ബൈ 4 മൈനസ് വൈയുടെ സ്ഥലത്ത് y x ആയാണ്, അതുപോലെ എഴുതി ഇങ്ങനെ എഴുതി. ഇനി നമുക്കൊരു കാര്യം അറിയാം, എന്താണ് tan inverse of tan x എന്ന് വെച്ചാൽ x ആണ്. അപ്പൊ അതുപോലെ ഇവിടെ tan inverse of tan pi by 4 minus x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും pi by 4 1 second pi by 4 minus x എന്നായി ബാക്കി വന്നു, which is what, അതായത് ഇതെന്ത് വരുന്നു, ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഇതിനെ ഞാൻ ജസ്റ്റ് ഇപ്പം ലെറ്റ് y is equal to എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, y is equal to എന്ന് വിളിച്ചു. അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ സോ y is equal to pi by 4 minus x എന്ന് കിട്ടി. ഇനിയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ സിംപ്ലിഫൈ ചെയ്യാനാണ് നോക്കിയത്, മാക്സിമം അതിനെ ചെറുതാക്കാൻ നോക്കി. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നു. ഇനി എനിക്ക് സുഖമായിട്ട് dy by dx കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം, അപ്പം pi by 4 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്തിനാ, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0
മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. നമുക്കറിയാലോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ് 1. സോ ഡി വൈ ബൈ ഡി എക്സിന്റെ വാല്യൂ വന്നു വെരി ഈസിലി 1. ഇങ്ങനത്തെ കേസിൽ അപ്പം മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ട്രിഗ്നോമെട്രിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള തരുന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അത് മാക്സിമം ചുരുക്കാൻ പറ്റുന്ന അത്ര ചുരുക്കാൻ നോക്കണം. ഓക്കെ, അതുപോലത്തെ ഒരു അനദർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് ഡിഫറൻഷിയേറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ലെറ്റ് ആദ്യമേ ഞാൻ ചുമ്മാ ഒന്ന് വിളിക്കുന്നു. y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് ഞാൻ വിളിച്ചു. അപ്പൊ നമുക്കിവിടെ നമുക്ക് കാര്യം അറിയാം, എന്താണ് 1 പ്ലസ് കോസ് എക്സ് ഫ്രം കോസ് 2x ഫോർമുല വി നോ എന്താണ് 1 പ്ലസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 അല്ലേ. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2x ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് എന്നാണ് പഠിച്ചിട്ടുള്ള ഫോർമുല. അവിടെ നിന്നാണ് ഹാഫ് ആംഗിൾ, രണ്ടിടത്തോട് ഹാഫ് ആംഗിൾ എടുക്കുമ്പോഴാണ് ഈ മേളിയിരിക്കുന്ന ഫോർമുല കിട്ടുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഫോർ ചാപ്റ്റർ ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അപ്പോൾ 1 പ്ലസ് കോസ് എക്സ് അത്രയ്ക്ക് എന്ത് എഴുതാം, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ നമുക്കറിയാം സൈൻ എക്സ്, അതിനെങ്ങനെ എഴുതാം, സൈൻ 2x ഫോർമുല നമുക്കറിയാമല്ലോ എന്തുവാണ് 2 സൈൻ എക്സ് കോസ് എക്സ്. അതുപോലെ സൈൻ എക്സ് അതായത് ഹാഫ് ആംഗിൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഹാഫ് ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ സൈൻ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2. ഇവിടെ ഈ കോസ് എക്സ് ബൈ 2 ഒരു കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഒരു കോസിനെ വെട്ടിപ്പോയില്ലേ, അപ്പൊ സ്ക്വയർ അങ്ങ് പോയി. അപ്പൊ ഈ 2 ഇൻറ്റു ക്യാൻസൽ ആയി. അപ്പം നമുക്ക് മിച്ചം എന്താണ് വന്നിരിക്കുന്നത്, മിച്ചം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു നോക്കി കോസ് എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 അല്ലേ. കോസ് വെളിയിലൊരു ടാൻ ഇൻവേഴ്സ് കിടപ്പുണ്ടോ, നമ്മൾ വിട്ടുപോയി നോക്കി. സോ വെളിയിലൊരു ടാൻ ഇൻവേഴ്സും ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് അതിനകത്താണ് ഇങ്ങനെ നമ്മൾ എഴുതാൻ പോകുന്നത്. y is equal to one second, tan inverse of cos x by 2 divided by sin x by 2. ഒരു കാര്യം അറിയാമല്ലോ, എന്താണ് cos x by 2 by sin x by 2 എന്ന് പറഞ്ഞാൽ എന്താണ് cot x by 2. പക്ഷെ നോക്കി, അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുന്നു ശരിയാണല്ലോ, ഇവിടെ tan x by 2 വരുവാണ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് x by 2 എഴുതാം. ബിക്കോസ് വി നോ tan inverse of tan x. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഏതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ വന്നാലും വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് സ്റ്റേറ്റ് മാറിപ്പോയി, കോട്ട് വന്നു. അപ്പൊ കോട്ട് വന്ന് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ്, നമുക്ക് വേറെ ഒരു ഫോർമുല അറിയാം, ടാൻ ഇൻവേഴ്സ് എക്സിനെയും കോട്ട് ഇൻവേഴ്സ് എക്സിനെയും ലിങ്ക് ചെയ്യുന്നത്. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 വി നോ അല്ലേ, ഈ ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് പറയാം, ടാൻ ഇൻവേഴ്സ് ഇവിടെ എക്സിന് സ്ഥലത്ത് കോട്ട് എക്സ് ബൈ 2 വരുവാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം, പൈ ബൈ 2 മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് ബൈ 2 അല്ലേ. അപ്പൊ ഇതിന് പകരം ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. Therefore y is equal to pi by 2 minus cot inverse of x ന്റെ സ്ഥലത്ത് ഇവിടെ എന്താ x ന്റെ സ്ഥലത്ത് കിടക്കുന്നത് cot x by 2 അല്ലേ, അത് അതുപോലെ എഴുതണം cot x by 2. അപ്പൊ കണ്ടില്ലേ സ്ഥിതി മാറി വന്നില്ലേ, cot inverse cot x by 2 എന്ന് പറയുമ്പോൾ എന്താണ് x by 2. അപ്പൊ y is equal to pi by 2 minus x by 2. ഇനി നമുക്ക് dy by dx കണ്ടുപിടിക്കാൻ എളുപ്പമില്ല, അതായത് സിമ്പിൾ സിറ്റുവേഷൻ. കാരണം ഇവിടെ x എന്ന് പറഞ്ഞാൽ മാത്രമേ വേരിയബിളേ ഉള്ളൂ, വേറെ ഒന്നും ട്രിഗണോമെട്രി ഒന്നും ഇല്ല ആലോചിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നു dy by dx എന്ന് പറയുമ്പോൾ pi by 2 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x by 2 ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by 2. സോ ദ ഫൈനൽ ആൻസർ ഈസ് മൈനസ് 1 by 2. അങ്ങനെയായിരുന്നു നമ്മളൊരു തേർഡ് ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Let's move on to the next question. Fifth question. This is also another kind of interesting question. Y is equal to sin inverse of 6x root of 1 minus 9x square. Then find dy by dx. ഇവിടെയും ട്രിഗണോമെട്രിയുടെ ഫംഗ്ഷൻ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, മാക്സിമം ചുരുക്കാൻ നോക്കണം. അപ്പൊ എന്തുവാണ് നമുക്ക് ചുരുക്കാൻ പറ്റുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ എഴുതി വെക്കണം. അങ്ങനെ പറയാം 6x ഇപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, 2 into 3x എഴുതാമല്ലോ. എന്തുകൊണ്ടാ, പയ്യെ മനസ്സിലാവും. റൂട്ട് ഓഫ്
1 മൈനസ് 9x സ്ക്വയറിനെയും അവിടെ ഞാൻ 3x ഒരു സാന്നിധ്യം കൊണ്ടിരുന്നു എന്നിട്ട് സ്ക്വയറിന് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ അറിയോ, ഈ 3x-നെ ഞാൻ സൈൻ തീറ്റ എന്ന് വിളിക്കാൻ പോകും. എന്താണ് സൈൻ തീറ്റ? അപ്പൊ എന്ത് പറ്റി? y is equal to sin inverse of 2 into sin theta. 3x-ന് പകരം ഈ 3x-ന് പകരം ഞാൻ sin theta എന്ന് എഴുതി. എന്നിട്ട് root of 1 minus sin square theta എന്ന് പറയുമ്പോൾ എന്താണ്? sin inverse വെളിയിൽ കിടപ്പുണ്ട്, 2 sin theta അവിടെ തന്നെ കിടപ്പുണ്ട്, into root of 1 minus sin square theta എന്ന് പറഞ്ഞാൽ എത്ര? root of cos square theta ആയി മാറി. ഈ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ എന്തായി മാറുന്നു? sin inverse അതുപോലെ തന്നെ കിടപ്പുണ്ട്, 2 sin theta അതുപോലെ തന്നെ കിടപ്പുണ്ട്, into ഒരു സ്ക്വയർ അങ്ങ് പോയി cos theta ആയി. നിങ്ങൾക്കറിയാമല്ലോ 2 sin theta cos theta എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഫോർമുലയാണ്? sin 2 theta യുടെ ഫോർമുല is equal to sin inverse of sin 2 theta. ഇനി sin inverse of sin 2 theta എന്ന് പറഞ്ഞാൽ obviously we know y is equal to നമുക്ക് എങ്ങനെ എഴുതാം? 2 theta എന്ന്. ഇനി തീറ്റയിൽ നമുക്കൊന്നും കളിയില്ല, കാരണം ഇവിടെ നമുക്ക് വേറൊരു കാര്യം ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് from here theta is equal to എന്താ? sin inverse of 3x അല്ലേ? ആ സാധനം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇതിപ്പം 1 എന്ന് വിളിച്ചിട്ട് ഇതിനെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അടുത്ത ഇതിനകത്ത് പോയിട്ട് റൈറ്റ് എന്താണ്? ഫ്രം 1 y is equal to 2 sin inverse 3x അല്ലേ? 2 sin inverse 3x. ഇതിപ്പോ ഒരു കുറച്ച് ചെറിയൊരു ഫോർമാറ്റിലായി മാറിയതുകൊണ്ട് നമുക്ക് ഇനി അതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം. അതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. dy by dx നമുക്കറിയാം 2 അതുപോലെ കിടപ്പുണ്ട്, വെളിയിൽ കോൺസ്റ്റന്റ് അതുപോലെ കിടപ്പുണ്ട്. സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കറിയാം d by dx ഓഫ് സൈൻ ഇൻവേഴ്സ് x എന്താണെന്ന് വെച്ചാൽ 1 by എങ്ങനെയാണ്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്നു ഇൻറ്റു 1 by റൂട്ട് ഓഫ് 1 മൈനസ് എക്സിന് സ്ഥലത്ത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 3x. 1 by root of 1 minus 3x the whole square. പക്ഷെ അവിടെ തീരുന്നില്ല, ബിക്കോസ് we have to apply the concept of chain rule. അതായത് സൈൻ ഇൻവേഴ്സിനകത്ത് x എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ ചെയിൻ റൂൾ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇവിടെ പ്ലെയിൻ ഫംഗ്ഷൻ അല്ല, 3x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ d by dx of 3x എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും അല്ലെ? ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 2 അതുപോലെ 21 2 divided by root of 1 minus 9x square എന്നായി മാറി താഴെ into d by dx of 3x എത്രയാണ്? 3 എന്ന് വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 2 into 3 6 divided by root of 1 minus 9x. ഇവിടെ വരെ നമ്മൾ എത്തിച്ചത്. ഇതാണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ. അതാണ് ഇപ്പൊ ഈ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ടഫ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആവുന്നത് ബൈ പ്രാക്ടീസ് പറ്റും. കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു ടൈപ്പ് ഒക്കെ ഒരു ഫ്ലോ കിട്ടുവാണെങ്കിൽ ബാക്കി എല്ലാം ഈ ഒരു കുറച്ചൊരു 15-16 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം പിടി കിട്ടുവാണെങ്കിൽ ബാക്കി ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ടൈപ്പിന്റെ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും മിക്സ്ഡ് ആയിട്ട് വരുന്നത്, വേറെ ഒന്നും വരില്ല. ഓക്കെ, സോ മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് d by dx if x raised to y is equal to y raised to x എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x raised to y equal to y raised to x. എപ്പോഴൊക്കെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ഇങ്ങനത്തെ വരും, അതായത് ഒന്നിന്റെ raised to x raised to y equal to y raised to x, അപ്പൊ മനസ്സിലാക്കണം അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗരിഥമിക് ഫംഗ്ഷൻസിന്റെ ഹെൽപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ലോഗരിഥമിക് ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു എക്സ്പോണൻസിനെ അങ്ങ് മാറ്റി തരും നമുക്ക്. അതുപോലാണ് ചില നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ വരും. ലോഗ് ഇപ്പം a into b cos x sin x, അവിടെയൊക്കെ നമുക്ക് ആ ഒരു മൾട്ടിപ്ലിക്കേഷനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും ലോഗരിഥമിക്. ആ മൾട്ടിപ്ലിക്കേഷൻ അതങ്ങ് അഡീഷൻ ആക്കി മാറ്റും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോഗരിഥമിക് ഫംഗ്ഷനെ ലോഗ് എടുക്കുമ്പോൾ we know log x raised to n x log x raised to a is equal to a log x. ഇതാണ് നമുക്കറിയാവുന്ന ഒരു പ്രീറിക്വിസിറ്റ് കൺസെപ്റ്റ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ടേക്കിംഗ് log on both sides എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായി? log x raised to y is equal to log y raised to x.
ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായി y log x ആയി മാറി, ഇവിടെ x log y എന്നായി മാറി. ഇനി നമ്മൾ ഡിഫറൻസിയേഷൻ ഓൺ ബോത്ത് സൈഡ്, ടേക്കിംഗ് ഡിഫറൻസിയേഷൻ with respect to x on both sides ഇങ്ങനെ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ രണ്ടിടത്തോട്ടും ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഏതാണ് പ്രോഡക്റ്റ് റൂൾ. അതായത് y ഒരു ഫംഗ്ഷൻ log x ഒരു ഫംഗ്ഷൻ, റൈറ്റ് സൈഡ് നോക്കിയാലും x ഒരു ഫംഗ്ഷൻ log y ഒരു ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അക്കോർഡിംഗ് ടു പ്രോഡക്റ്റ് റൂൾ എന്താണ്, uv യുടെ ഹോൾ ഡിഫറൻസിയേഷൻ is equal to u dash v plus uv dash എന്ന് പറഞ്ഞാൽ u ന്റെ ഡിഫറൻസിയേഷൻ into v plus u into v യുടെ ഡിഫറൻസിയേഷൻ. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോവാണ് u dash v എന്ന് പറഞ്ഞാൽ y ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് dy by dx into v എന്ന് പറഞ്ഞാൽ log x തന്നെ അതുപോലെ നമ്മൾ എഴുതി, പ്ലസ് uv dash ഇവിടെ കുറച്ച് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതി തുടങ്ങാം. ഓക്കെ, u dash എന്ന് പറയുമ്പോൾ dy by dx into v എത്രയാണ് log x തന്നെയാണ്, പ്ലസ് uv dash എന്ന് പറയുമ്പോൾ u അതുപോലെ തന്നെ എഴുതി, ഇനി v dash 1 log x ന്റെ ഡെറിവേറ്റീവ് 1 by x is equal to, അടുത്ത നമ്മൾ നോക്കാൻ പോവാണ് ഇവിടെ എന്താണ് u dash v എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് x which is 1 into v എന്ന് പറയുമ്പോൾ log y പ്ലസ് u എന്ന് പറയുമ്പോൾ x into v dash എന്ന് പറയുമ്പോൾ ഈ log y യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായി 1 by y ആയി. പക്ഷെ y എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഡെറിവേറ്റീവ് എടുത്ത വേരിയബിളിന്റെ സെയിം വേരിയബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കണം അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ചെയിൻ റൂൾ. സോ dy by dx. ഓക്കെ, ഇനി നമ്മൾ നമ്മൾ നോക്കാം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കുക. ഈ ഒരു dy by dx നെ എല്ലാം ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ നോക്കും, ഉണ്ടല്ലേ. ഓൾറെഡി ഒരു dy by dx ഉണ്ടല്ലോ, dy by dx I think log x അല്ലേ, log x. ഈ ഒരു dy ഈ സ്ഥാനം ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തായി മൈനസ് x by y dy by dx ആവും, മൈനസ് x by y dy by dx എന്നായി. ഇനി ഈ സ്ഥാനങ്ങളെല്ലാം ഈ dy by x ഇല്ലാത്ത ഐറ്റങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകാൻ പോവാണ് റൈറ്റിലേക്ക്. അപ്പൊ അവിടെ ഓൾറെഡി ഒരു log y കിടപ്പുണ്ട്, log y ഈക്വൽ ടു log y മൈനസ് എന്തായിരുന്നു y by x y by x. ഇവിടെ നമുക്ക് dy by dx കോമൺ എടുക്കാമേ, dy by dx കോമൺ എടുക്കുമ്പോൾ we will be getting log x minus 1 log x minus 1 അല്ല x by y അല്ലേ is equal to log y minus y by x. ഇവിടുന്ന് dy by dx മാത്രമായിട്ട് നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്താലോ, is equal to മേളിലുള്ളതെന്ന് പറയുന്നത് log y minus y by x divided by താഴെ എന്ന് പറയുന്നത് log x minus x by y. ഓക്കെ, ഇവിടെ നമുക്ക് LCM എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഞാൻ ഇട്ടോട്ടെ. യെസ്, ഇവിടെ നമുക്ക് താഴെ വരാൻ പോകുന്നതാണ് LCM എടുക്കാൻ പോവാണ്. LCM എടുക്കുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ log y ഡിനോമിനേറ്റർ x എന്ന് പറയുമ്പോൾ മേളിലോട്ട് നമ്മൾ x കൊടുക്കണം, x log y minus y by x divided by ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് y താഴെ വരില്ലേ രണ്ടിടത്തോട്ട്, ഇവിടെ ഒരു y മേളിലോട്ട് ഒരു y log x minus x by y log x minus x by y. ഈ ഒരു y by എക്സാമ്പിൾ ലെഫ്റ്റിലോട്ട് റൈറ്റിലേക്ക് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ dy by dx ന്റെ വാല്യൂ, dy by dx x log y minus y divided by y log x minus x into ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ y by x എന്നായി മാറി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ നമ്മൾ എഴുതിയത്. ഇത്രയും കണ്ടോ, ഒരു ലെന്തി പ്രോസസ് ആണ്, പക്ഷെ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഫ്ലോ കിട്ടിയാൽ എല്ലാം നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ടഫോ ഇത്രയും പാടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല, സിമ്പിൾ സാധനം തന്നെയാണ്. പ്രാക്ടീസ് ലൈക്ക് will give you more easiness to solve this kind of questions.